ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 42/2021 കോമൺ പ്രിലിമിനറി എക്സാം +2 ലെവൽ എക്സാമാണ്. അതിൽ സ്റ്റേജ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. CE 9-ാം നൂറ്റാണ്ടിൽ മാർ സാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? ഉത്തരം തരിസാപ്പള്ളി ശാസനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഹാർവി സ്ലോക്കം. ക്വസ്റ്റ്യൻ നമ്പർ 3. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ അൽ ഹിലാൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി കെരൻസ്കി. ക്വസ്റ്റ്യൻ നമ്പർ 5. രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത്? ഓപ്ഷൻ സി ഗ്രാൻഡ് ഇല്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത്? ഓപ്ഷൻ ബി ഹമ്മർ ഫെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി കായാന്തരിത ശില. ക്വസ്റ്റ്യൻ നമ്പർ 8. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? ഓപ്ഷൻ എ കഡസ്ട്രൽ ഭൂപടങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. GPS-ന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഓപ്ഷൻ ഡി IRNSS. ക്വസ്റ്റ്യൻ നമ്പർ 10. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി പാലക്കാട്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം? ഓപ്ഷൻ സി പാർലമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2005. ക്വസ്റ്റ്യൻ നമ്പർ 13. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഓപ്ഷൻ എ ശ്യാം സരൺ നെഗി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം? ഓപ്ഷൻ ഡി അഴിമതി വിരുദ്ധ സ്ക്വാഡ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം? ഓപ്ഷൻ ഡി ഗവേൺസ്. ആൻസർ ഓപ്ഷൻ തെറ്റി വായിച്ചു, സോറി. അടുത്ത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം? ഓപ്ഷൻ എ ലോക്പാൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 4-ാം ഭാഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 19. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഓപ്ഷൻ എ റിട്ട്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ സി 112. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ
22. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23-ാമത്തെ ഗവർണർ. ഓപ്ഷൻ എ രഘുറാം രാജൻ. 23-ാമത്തെ രഘുറാം രാജൻ. 23. ക്വസ്റ്റ്യൻ നമ്പർ 23. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്ന്? ഓപ്ഷൻ സി 9th May 2015. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ ബി കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം. ഓപ്ഷൻ ഡി ഖനനം. അടുത്ത ചോദ്യം, കോശശ്വസനത്തിൻ്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഓപ്ഷൻ ബി ക്രെബ്സ് പരിവൃത്തി. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻ ബി നവംബർ 14. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻ സി ഫംഗസ്. മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷിയാണ്? ഓപ്ഷൻ എ സെറികൾച്ചർ. അടുത്ത ചോദ്യം, വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി കോർട്ടക്സ്. അടുത്ത ചോദ്യം, ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ എ ജൂൾ പെർ കിലോഗ്രാം. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ സബ് ഷെല്ലുകൾ ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 3F. അടുത്തത്, ഗ്ലാസിന് മഞ്ഞ നിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ഫെറിക് സംയുക്തം. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന അയിരാണ്? ഓപ്ഷൻ ബി ഇരുമ്പ്. ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? ഓപ്ഷൻ സി നിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 36. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. ആൻസർ ഓപ്ഷൻ സി മെമ്മറി രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഓപ്ഷൻ ഡി ബയോമെട്രിക് സെൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. വിക്കീസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിലീറ്റഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്? ഓപ്ഷൻ ഡി ബിങ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര്? ഓപ്ഷൻ ഡി പാൻ. അടുത്ത ചോദ്യം, മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനം യഥാക്രമത്തിൽ എഴുതാം. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 42. അടുത്ത ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. കൂട്ടത്തിൽ ചേരാത്ത ജോഡി ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം 43. കൊനേരു ഹംപി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചെസ്. സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 44. സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി സാഹിത്യം. അടുത്ത ചോദ്യം, തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം? ഓപ്ഷൻ സി പടയണി. ചോദ്യം നമ്പർ 46.
കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി 2020 ജനുവരി 1 മുതൽ. അടുത്ത ചോദ്യം, PV സിന്ധു ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 2020-21 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ സി ആണ് നിർമ്മല സീതാരാമൻ. സർക്കാർ ജീവനക്കാർക്കിടയിൽ വിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ എ ജിംസ്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ഓപ്ഷൻ സി വുഹാൻ. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസറുകൾ ഓപ്ഷൻ വായിച്ചു പോവാം. നമുക്കിപ്പോൾ 51 ക്വസ്റ്റ്യൻ നമ്പർ 51 മുതൽ ഓപ്ഷൻ എ ആണ് ആൻസർ 51-ൻ്റെ. 52-ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 53-യുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 54-ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 55 ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ ഡി ആണ്. 58 ഓപ്ഷൻ എ. 59 ഓപ്ഷൻ സി. 60 ഓപ്ഷൻ ഡി. 61 ഓപ്ഷൻ എ. 62 ഓപ്ഷൻ ബി. 63 ഓപ്ഷൻ ഡി. 64 ഓപ്ഷൻ സി. 65 ഓപ്ഷൻ ബി. 66 ഓപ്ഷൻ സി. 5:45. 67 ഓപ്ഷൻ ബി 130 ഡിഗ്രി. 68 ഡി ബുധൻ. 69 എ 5. 70 ബി 46. 71. Many people have died of corona. Died of എന്നാണ് വേണ്ടത്. 72 ഓപ്ഷൻ ബി ആണ്. 72 I saw a madman yesterday. 73 Richard is an honest person. Option B an. 74 Ramu seldom attends the monthly meeting. Option C does he ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്തത്, if I were you I would complain. ഓപ്ഷൻ ബി ആണ്. I would complain about it. 76 they have known him for many years. Option C. 77 Roger is the eldest of the 4 brothers. 78 I ran into my old friend after 15 years. 79 Write passive form. Have you seen a tiger? Option A has a tiger been seen by you? 80ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ. ഓപ്ഷൻ ഡി ആണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് wasted of this issue. 81 Anthophobia related to flower. Question number 82 find out the odd one. Option B cure.
83 ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ആൻഡ് 84 അക്ബർ വാസ് ഓപ്ഷൻ സി HEIR ഹെയർ ടു ഹുമയൂൺ. 85 രാമു ഗോട്ട് ഇനഫ് മണി ടു അഫോർഡ് എ കാർ. ഓപ്ഷൻ ഡി ഇനഫ് മണി. 86 the antonym of the word torment. Option A relieve. അടുത്തത് one word for come out of sudden plentiful flow. 87 option C gush. ഓപ്ഷൻ സി ആണ്. 88 go to the dogs means. Option A be ruined. Which one is correctly spelled? 89 ആൻസർ ഇല്ല, ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അടുത്തത് ഫോക്സ് പാസ് മീൻസ്. ഓപ്ഷൻ സി സോഷ്യൽ ബ്ലണ്ടർ. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 92 ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാന അർത്ഥം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ചുരുക്കി പറയുക. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ എങ്ങനെയെങ്കിലും. ക്വസ്റ്റ്യൻ നമ്പർ 94 പൂരണി തദിദ്ധമേത്? 94 ഓപ്ഷൻ ഡി ഒന്നാമൻ എന്നതാണ് പൂരണി തദിതം. 95ാമത്തെ ചോദ്യം യഥാവിധി വിഗ്രഹിച്ചെഴുതുക. വിധി എങ്ങനെയോ അങ്ങനെ. ഓപ്ഷൻ ബി വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദമേത്? ഓപ്ഷൻ എ കയ്യാമം. പിരിച്ചെഴുതുക കണ്ണീർ പാടം. ഓപ്ഷൻ സി കണ്ണീർ പ്ലസ് പാടം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക. ഓപ്ഷൻ ബി സന്തോഷപ്രദം. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100ന് 90% നിരാശരാണ്. ഡി ഓപ്ഷൻ ഡി തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ശതമാനം എന്നുള്ളത് 100ൽ തന്നെയാണല്ലോ അല്ലേ. അടുത്തത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ ഡി പണിക്കാർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദിവസം കാണാം. അതുവരേക്കും നന്ദി.